മക്കയിൽ തീർത്ഥാടനത്തിന് പോയ ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. 40ഓളം പേർ അപകടത്തിൽ മരിച്ചതായാണ് റിപ്പോർട്ട്. ഉംറയിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, എന്തൊക്കെ വിവരങ്ങളാണ് ഈ അപകടത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 1:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. മദീനയിൽ നിന്ന് മുഹ്റാഫത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. എതിരെ വന്ന ടാങ്കർ ലോറിയിലേക്ക് ഈ തീർത്ഥാടകരുമായി പോകുന്ന ബസ് ഇടിച്ചു കയറുകയായിരുന്നു. അത്തരത്തിൽ ഈ അപകടമുണ്ടായ ഉടൻ തന്നെ ബസ് വലിയ രീതിയിൽ കത്തുകയായിരുന്നു. അങ്ങനെ ബസ് പൂർണ്ണമായും കത്തി നശിച്ച ഒരു സാഹചര്യമാണ്. ഇതിൽ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരും, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൽ 25കാരനായിട്ടുള്ള അബ്ദുൽ ഷുഹൈബ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് വിവരം. ബാക്കി എല്ലാവരും കൊല്ലപ്പെട്ടതായിട്ട് വാർത്തകൾ വരുന്നു. 42 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഇതിൽ 20 സ്ത്രീകളും 11 കുട്ടികളും ഉണ്ടെന്നുള്ള ദാരുണമായ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും റിയാദിലെ ഇന്ത്യൻ എംബസി എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയാണ്. അവിടെ തീയെല്ലാം അണച്ചു കഴിഞ്ഞു. പക്ഷേ ആരൊക്കെയാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ അവരുടെ വിവരങ്ങളെല്ലാം എടുത്തു വരുന്നതേ ഉള്ളൂ. അതിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. ഇതിൽ ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ പലരുടെയും പാസ്പോർട്ടിൻ്റെ വിവരങ്ങൾ, വിസയുടെ വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ മൃതദേഹങ്ങൾ ഇതിൽ ആരുടെയൊക്കെ ആണെന്നുള്ളതാണ് ഇനി തിരിച്ചറിയേണ്ടത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഈ വിഷയത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അനുശോചനം അറിയിച്ചു, ഞെട്ടൽ രേഖപ്പെടുത്തി. ദാരുണമായ സംഭവമാണ് ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, സംസ്ഥാനത്ത് പ്രതിനിധിയെ റിയാദിലേക്ക് അയക്കാനുള്ള, സൗദിയിലേക്ക് അയക്കാനുള്ള നീക്കങ്ങളടക്കം നടത്തുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ഹൈദരാബാദിൽ നിന്ന് ആളുകൾ ഒരുപക്ഷെ പുറപ്പെട്ടേക്കും. അതുപോലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ കാര്യത്തിൽ എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ഇന്ത്യൻ എംബസി വഴി അവിടെ ഏർപ്പെടുത്തുമെന്നുള്ള വാർത്ത പുറത്തു പറയുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് പ്രതികരണം നടത്തുകയാണ്. എല്ലാ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബങ്ങൾക്ക് ധനസഹായം വരെ തെലങ്കാനയിൽ നിന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും വലിയൊരു ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 20 വനിതകളും 11 കുട്ടികളും അടക്കം ഏകദേശം 42ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി 1:30-ക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഹൈദരാബാദ് സ്വദേശികൾ അടങ്ങുന്ന ബസ്, ഹൈദരാബാദ് സ്വദേശികൾ മാത്രമേ ആ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വിവരം. ട്രാവൽ ഏജൻസി പറയുന്ന വിവരങ്ങൾ പ്രകാരം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഹൈദരാബാദിൽ നിന്ന് ഒരു ടീമായിട്ട് പോയ ആളുകളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലൂടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ശ്രീജ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയായിരുന്ന ബസ് അപകടത്തിൽപ്പെട്ടാണ് ഹൈദരാബാദ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിലാണ് 40ഓളം പേർ മരിച്ചതായുള്ള വിവരങ്ങൾ. ഇനിയിപ്പോൾ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷമേ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവും.